തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്ക്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ വചനത്താലും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിലേൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ യെരൂശലേം ദേവാലയത്തിന്റെ ഉയർന്ന ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി നിർത്തി. നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്.